ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഏപ്രിൽ മാസത്തെ ഫലമാണ് പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ വൃശ്ചികക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. വൃശ്ചികക്കൂറ് എന്ന് പറയുമ്പോൾ തന്നെ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടി ചേരുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഏപ്രിൽ മാസം വളരെ അനുകൂലപരമായിട്ടുള്ളൊരു മാസം തന്നെയാണ്. കാരണം കണ്ടകശനിയിൽ നിന്നും പ്രത്യേകപരമായിട്ട് പറയാനുള്ളത്, കണ്ടകശനിയിൽ നിന്നും മോചനം, വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി പൂർണ്ണമായി അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അത് കാരണം കൊണ്ട് ധനസംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും. അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഭവന സംബന്ധമായിട്ടുള്ള ലോണുകളെല്ലാം പാസ്സാകാതെ കിടക്കുകയാണെങ്കിൽ അതെല്ലാം പാസ്സായി വരുവാനുള്ള സാധ്യത, ഭവന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി ഭവന നിർമ്മാണത്തിന് ഭവന നിർമ്മാണത്തിന് പുനരുദ്ധാരണം ചെയ്യാനുള്ള സമയം, ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കാനുള്ള സമയം, വിവാഹാദി മംഗളകർമ്മങ്ങൾക്കെല്ലാം യഥാസമയം നിശ്ചയിച്ച വിവാഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത. അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയ യുവാക്കന്മാർക്കെല്ലാം അവരവർ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള വിവാഹ ബന്ധങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് വരിക്കെത്തുവാനുള്ള സാധ്യത ഈ ഏപ്രിൽ മാസത്തിൽ കാണുന്നുണ്ട് എന്ന് പറയാനുള്ള അവസ്ഥ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവരെല്ലാം പ്രണയ സാഫല്യം നേടി വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളെല്ലാം മാറി മനസ്സിന് സുഖങ്ങളും നല്ല ഉറക്കങ്ങളും കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മാനസിക പിരിമുറുക്കത്തിൽ നിന്നെല്ലാം മോചനം നേടുവാനും സന്താന സൗഭാഗ്യങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി വരുവാനും ഭവനത്തിൽ അന്തരീക്ഷം മാറി വരുവാനും ഭവന നിർമ്മാണ പുരോഗതിയും ഗൃഹപ്രവേശ സംബന്ധമായിട്ടുള്ള നല്ല നല്ല വിഷയങ്ങളും മംഗളകാര്യ കർമ്മങ്ങളും നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തൊഴിൽ പുരോഗതി എടുത്തു പറയേണ്ട കാര്യങ്ങൾ, പുതിയ തൊഴിലിനെ പറ്റി ചിന്തിക്കുന്നവർക്ക് വളരെ അനുകൂലകരമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ തൊഴിലുകളെല്ലാം നഷ്ടപ്പെട്ട് വെറുതെ ഇരിക്കുന്നവർക്ക് പുതിയ തൊഴിലിനെ പറ്റി ചിന്തിക്കുവാനും പുതിയ തൊഴിലിൽ ഏർപ്പെടുവാനും അല്ലെങ്കിൽ പുതിയ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ തൊഴിൽ തീർച്ചയായിട്ടും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ധനസംബന്ധമായിട്ടുള്ള ഇടപാടുകളെല്ലാം സക്സസ് ആയിട്ട് വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്തിനായിട്ടുള്ള ധനം മുടക്കുന്നതിൽ യാതൊരുവിധ ആശങ്കയും വേണ്ട. ധനം മുടക്കിയാൽ യാതൊരുവിധ തരത്തിലും നഷ്ടപ്പെടില്ല ഈ സമയത്ത്. അതുപോലെ തന്നെ അതിനുള്ള അംഗീകാരങ്ങളും എന്തിനാണോ ധനം മുടക്കുന്നത് അതിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും രേഖകളും മറ്റും കൈപ്പറ്റുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. വിദേശത്ത് നിന്ന് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ അനുകൂലപരമായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തൊഴിലിൽ മുൻകയറ്റങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അത് സർക്കാർ ജോലിയിലാണെങ്കിലും രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള മേഖലയിലാണെങ്കിലും സിനിമാ സംബന്ധമായിട്ടുള്ള മേഖലയിലാണെങ്കിലും ഗവേഷണ സംബന്ധമായിട്ടുള്ള മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന മേഖലയിലാണെങ്കിലും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും അലോപ്പതി സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വക്കീലന്മാർ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ വന്ന് സിദ്ധിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലകൾ, ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള മേഖലകൾ എന്ന് പറയുമ്പോൾ എല്ലാം വിടും. മൊബൈൽ സംബന്ധമായിട്ടുള്ളതും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ളതും ഗൃഹഭവന സംബന്ധമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാവിധ ഫർണിച്ചർ സംബന്ധമായിട്ടുള്ള മേഖലകളിലും ബിസിനസ് നടത്തുന്നവർക്കും തൊഴിൽ ഏർപ്പെടുത്തുന്നവർക്കും അതുപോലെ തന്നെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും മരസംബന്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവരും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മണ്ണ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരും ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടുവാനും ഭൂമി വിൽപ്പന നടത്തുവാനും ഭവനം വിൽപ്പന നടത്തുവാനും ഭവന നിർമ്മാണത്തിനുള്ള സമയവും ഭവനം അഥവാ വിൽക്കുവാനായി തീരുമാനിക്കുകയാണെങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യതകളും ഉദ്ദിഷ്ട വിലകളെല്ലാം കരസ്ഥമാക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യം പെട്ടെന്ന് കയറി വരുന്ന ഒരു സമയമായതുകൊണ്ട് ഭാഗ്യ പരീക്ഷണം നടത്തിയാൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. ദൈവീകപരമായിട്ടുള്ള അനുഗ്രഹം, അതായത് കാര്യം പറഞ്ഞാൽ അമ്പലങ്ങളിൽ എത്ര വഴിപാട് നടത്തിയിട്ടും പോയിട്ടും പ്രയോജനമൊന്നും ഇല്ലാത്തവർക്ക് അത് പ്രയോജനപ്പെടുവാനുള്ള സാധ്യതകൾ കാണും. ദൈവം കൂടെ തന്നെ ഉണ്ടാവും. ദൈവാനുഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നവർ ഇതാണ് കാണുന്നത്. ആരോഗ്യം വർദ്ധിക്കും, ആരോഗ്യ പുഷ്ടി ഉണ്ടാവും, മനസ്സമാധാനം കിട്ടും. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് അനുഭവിച്ചിരിക്കുന്നവരാണ്. അത് കാരണം ഏപ്രിൽ മാസത്തിൽ ശരിക്കും നെടുവീർപ്പ് വിടുവാൻ അല്ലെങ്കിൽ ശ്വാസം വിടുവാനുള്ള ഒരു അവകാശമുള്ള ഒരു മാസമായിട്ട് തന്നെ ഈ ഏപ്രിൽ മാസത്തെ കണക്കാക്കാം. അപ്പോൾ മാനസികപരമായിട്ട് സുഖങ്ങളും സന്താനങ്ങൾക്കും ഐശ്വര്യ അഭിവൃദ്ധിയും എന്ന് വരുവാനും സന്താനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും
ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചിന്തിക്കുന്നവർക്കും അത് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. അതുപോലെ തന്നെ സന്താനങ്ങളുടെ മാംഗല്യ സംബന്ധമായിട്ടുള്ള വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ആശങ്ക നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കെല്ലാം അതിനുള്ള ഒരു സമയമായി എന്ന് തന്നെ പറയാം. അത് എടുത്ത് തുടങ്ങി വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കേണ്ട സമയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് അതിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വിജയസാധ്യതയും അതുപോലെ തന്നെ മംഗളകർമ്മങ്ങൾ ഭവനത്തിൽ നടക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പൊതുവെ കണ്ടകശനി വിട്ടത് തന്നെ മഹാ അത്ഭുതമാണ്. മഹാ അത്ഭുതമല്ല, എന്തായാലും വിട്ടുപോകേണ്ടത് വിട്ടുപോകുക തന്നെ ആകണം. അപ്പോൾ അതിൻ്റെ മാറ്റം അനുഭവത്തിൽ വരണം. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥ അനുഭവിച്ചറിയുവാനുള്ളൊരു സമയം കൂടിയാണ് എന്നാണ് എടുത്ത് പറയേണ്ടത്. നാശനഷ്ടങ്ങൾ പൊതുവെ കുറഞ്ഞു വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇല്ല എന്ന് തന്നെ പറയാം, എന്നിരുന്നാലും കുറഞ്ഞു വരുവാനുള്ള സാധ്യത. പിന്നെ കേതു ദശയോ കേതുവിൻ്റെ അപഹാരകാലങ്ങളോ ഏതെങ്കിലും ദശാകാലങ്ങളോ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പ്രതികൂലപരമായിട്ടുള്ള സാധ്യതകൾ വരുവാനുള്ള സാധ്യതയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അനുഭവത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ശരിക്കും ഉചിതപരമായിട്ടുള്ളൊരു മാസഫലം തന്നെയാണ് ഏപ്രിൽ മാസഫലം എന്ന് തന്നെ പറയാം. ഏപ്രിൽ മാസത്തിൽ വളരെ ഗുണകരമായിട്ടുള്ള അനുഭൂതികളും അനുഭവങ്ങളും പങ്കുവയ്ക്കുവാനുള്ള സാധ്യതയും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനുള്ള സാധ്യതയും അലോപ്പതി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഗവൺമെൻറ് സർവീസ് ചെയ്യുന്നവർക്കും ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്കും പത്രപ്രവർത്തനം നടത്തുന്നവർക്കും മീഡിയ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും സേനാധിപത്യം വഹിക്കുന്നവർക്കും അലോപ്പതി സംബന്ധമായിട്ടുള്ളതും മെഡിസിൻ സംബന്ധമായിട്ടുള്ളതും അതുപോലെ ശാസ്ത്ര മേഖലകളിൽ സംബന്ധമായിട്ടുള്ളവർക്കും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള IT സംബന്ധമായിട്ടുള്ളവർക്കും എല്ലാ വിധത്തിലും പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള സമയം. എടുത്തു പറയത്തക്ക ദോഷം എന്ന് പറയുകയാണെങ്കിൽ ഏത് വർക്ക് ചെയ്യുന്നവർക്കാണ് എടുത്തു പറയുന്ന ദോഷം എന്ന് പറയാൻ ഒന്നില്ല എന്ന് തന്നെ പറയണം. എല്ലാവർക്കും കൂടുതൽ പക്ഷേ ഏറ്റവും കൂടുതൽ സ്വർണ്ണാഭരണ മേഖലയിലും വാക്കുകൊണ്ട് ജീവിക്കുന്നവർക്ക് മേഖലയിലും അതുപോലെ തന്നെ ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണ് കൂടുതൽ പ്രയോജന ഗുണം ഇപ്പോൾ കാണുന്നത് എന്നെടുത്ത് പറയുന്നത്. ധനം, കുടുംബം, വാക്ക്, സംഭാഷണം, ചാതുര്യം, തിരക്കഥാകൃത്തുകൾ, അതുപോലെ തന്നെ കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ധനധാന്യ സംബന്ധമായിട്ടുള്ള വിൽപ്പന നടത്തുന്നവർക്ക്, സ്വർണ്ണാഭരണ രത്ന സംബന്ധമായിട്ടുള്ള ആഭരണ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ തന്നെ വാക്കുകൊണ്ട് ഉപജീവന മാർഗം നടക്കുന്നവർക്ക്, അതുപോലെ തന്നെ മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖലകൾക്കെല്ലാം എടുത്ത് പറയേണ്ടതൊക്കെയാണ് കൂടുതലായിട്ട് മേഖലയിൽ കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്കെല്ലാം പ്രത്യനുകൂലം അത് പറഞ്ഞിരിക്കുന്ന കാര്യം കൂടുതൽ അനുകൂല ഫലങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഇവർക്ക് പൊതുവെ വൃശ്ചികക്കൂറുകാർക്ക് ശുഭ ഫലം തന്നെയാണ്. നമസ്കാരം.